നിങ്ങളുടെ കുട്ടികൾ അഡോളസൻസിലൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ അടുത്ത് അകാരണമായിട്ട് ദേഷ്യപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതോ തർക്കുത്തരം പറയുന്നത് കൂടി ബാക്ക് ആൻസറിങ് കൂടി 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 വരുന്നതായിട്ട്, അല്ലെങ്കിൽ സ്ലോലി ഒരു ബാക്ക് ആൻസറിങ്ങിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഒരാവശ്യമില്ലാതെ നോ പറയുന്നു, നെഗേഷൻ പറയുന്നു. അത് കാര്യം സാധാരണഗതിയിൽ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം, അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ പറയുമ്പോൾ പ്രതികരിച്ചുകൊണ്ടിരുന്ന രീതിയിലല്ല ഇപ്പം എടുത്തടിച്ച പോലെ ഇല്ല പറ്റില്ല എന്ന് പറയുന്നത്. ഇതൊക്കെ പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു കൺഗ്രാജുലേഷൻസ്, നിങ്ങളൊരു അഡോളസെൻറ്റിൻ്റെ, ഒരു ടീനേജറിൻ്റെ പേരൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടീനേജ് എന്ന് വെച്ചാൽ എന്താണ്? ഏത് പ്രായം മുതലാണ് ടീനേജ് നമ്മൾ സാധാരണ പറയുന്നത്? ടീൻ എന്ന് അവസാനിക്കുന്ന ആ ഏജിനെയാണ് ടീൻ ഏജ് എന്ന് പറയുന്നത്. അപ്പം ന്യൂമറിക്കലി പറയുകയാണെങ്കിൽ 13, 14, 15, 16, 17, 18, 19 വരെ ആണ് നമ്മൾ ടീൻ എന്ന് അവസാനിക്കുന്നത്. പക്ഷേ ബയോളജിക്കലി, സൈക്കോളജിക്കലി, ഫിസിക്കലി, ഇമോഷണലി ഒക്കെയുള്ള ഡെവലപ്മെൻറ്റ്സ് വെച്ച് നോക്കുമ്പോൾ വി ഹാവ് എക്സ്റ്റെൻഡഡ് ദിസ് റേഞ്ച് ഫ്രം ഏകദേശം 10 years to 20 years of age. മോൻ്റെ അടുത്ത് ഞാനൊരു ദിവസം രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി എണീറ്റ് വന്നപ്പോൾ ടി വി ഇല്ലാന്ന് ഞാൻ പറഞ്ഞേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും തന്നെ ആളെ ദേഷ്യപ്പെട്ടിട്ട് ചോദിച്ചാൽ, ഞാനിപ്പോൾ ടി വി ഇടാൻ പോകണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? ടി വി ഇടുന്നത് ആരെങ്കിലും പറഞ്ഞോ? ഇത് 2 പ്രാവശ്യം എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് ചോദിച്ചു. നമുക്ക് ഈ ഫീൽഡിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് എനിക്കിത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി, ഇത് ഒരു ടീനേജറിൻ്റെ ദേഷ്യമാണ് എന്ന്, ടീനേജറിൻ്റെ ബാക്ക് ആൻസറിങ് ആണെന്ന്. പക്ഷേ അതിന് ഉപരി വേറൊരു റീസണും കൂടെ ഉണ്ട്. ഇയാൾ ഈ പറയുന്നതെല്ലാം ഞങ്ങൾ വീട്ടിൽ സംസാരിക്കുന്ന കാര്യം, ഞാനോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡോ എപ്പോഴെങ്കിലും പരസ്പരം സംസാരിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടോൺ ഉണ്ടല്ലോ, ഒരു അസേർട്ടീവായിട്ട് സംസാരിക്കുന്നതിൻ്റെ ടോൺ, അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ആർഗ്യുമെൻറ്റേറ്റീവായിട്ട് സംസാരിക്കുന്നതിൻ്റെ ടോണാണ് എൻ്റെ പുത്രൻ എൻ്റെ അടുത്ത് തിരിച്ചുപയോഗിച്ചത്. മനസ്സിലായില്ലേ? ഇതാണ് മിമിക്കിംഗ് എന്ന് പറയുന്നത്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മിമിക്കിംഗ് ടെൻഡൻസി എമംഗ് ടീനേജേഴ്സാണ്. കുട്ടികൾ പൊതുവേ മിമിക്കിങ്ങിന് നല്ല ബെസ്റ്റ് ആൾക്കാരാണ്. അതായത് നമ്മൾ ഒരു കാര്യം പറഞ്ഞ് പഠിപ്പിച്ച് ഉപദേശിച്ച് ഒരാളൊരു കാര്യം മനസ്സിലാക്കുന്നതിനേക്കാൾ ഇവർ കണ്ടും കേട്ടുമാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിലുള്ള ആളുകൾ സംസാരിക്കുന്നത്, പ്രവർത്തിക്കുന്നത് ഒക്കെ ഇവർ കേട്ട് സസൂക്ഷ്മം നിരീക്ഷിച്ച് അതാണ് ഇവർ റീപ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് നമ്മളിലേക്ക് ഉപയോഗിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ അവർ പരീക്ഷിച്ച് നോക്കുകയാണ്. എൻ്റെ അച്ഛൻ ഒരു അഡൾട്ട് ആണ്, ഞാൻ ലുക്കപ്പ് ഓൺ ചെയ്യുന്ന, റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി. അമ്മ അല്ലേ, ഒരു പ്രൊഫഷണൽ, ഞാൻ ലുക്കപ്പ് ഓൺ ചെയ്യുന്ന വ്യക്തി. അപ്പോൾ അയാൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ എങ്ങനെ സംസാരിച്ച് നോക്കട്ടെ, എങ്ങനെ ഇരിക്കും, കൊള്ളാമല്ലോ എന്നൊക്കെ തോന്നുന്ന രീതിയിലാണ് ഇവരിത് സംസാരിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഇതാണ് അഡോളസൻസിൻ്റെ ഈ മിമിക്കിംഗ് ടെൻഡൻസി എന്ന് പറയുന്നത്. ഇത് ഞാനൊരു പോസിറ്റീവ് രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞത്. പൊതുവേ കുട്ടികളെ നമ്മളടുത്ത് കൊണ്ടുവരുമ്പോൾ ഒരു പരാതിയായിട്ട് പേരൻസ് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന കംപ്ലയിൻറ്റ് എന്താണെന്ന് അറിയാമോ? അതായത് ഈ കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്ന സമയത്ത് കൂടുതലും പറയുന്നത് കുട്ടികൾ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പെൺകുട്ടികളോട് മോശമായ രീതിയിൽ സംസാരിക്കുന്നു, എന്താണ് എഫ് വേർഡ്സ് യൂസ് ചെയ്യുന്നു, അങ്ങനത്തെ അബ്യൂസീവ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുന്നു, മലയാളത്തിലും നല്ല ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുട്ടികളെ കൊണ്ടുവരുന്നത്. നമ്മളിത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഒരു കുട്ടി ഈ സാധനം എവിടെ നിന്നായിരിക്കും കേൾക്കുന്നത്? അയാളുടെ വീട്ടിലെ അന്തരീക്ഷത്തിൽ നിന്ന് അയാൾ കേൾക്കുന്നു, അല്ലെങ്കിൽ അയാൾ ടി വിയിൽ നിന്നോ ഗാഡ്ജറ്റ്സിൽ നിന്നോ ഇത് കണ്ട് പഠിക്കുന്നു. അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും, നിങ്ങളുടെ കുട്ടി ടി വി ഇങ്ങനെ സീരിയലൊക്കെ കാണാറുണ്ടോ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മൂവീസ് കാണാറുണ്ടോ, നിങ്ങൾ അതിനെപ്പറ്റി മോണിറ്റർ ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നു, ഇല്ല, അങ്ങനെ ഒന്നും കാണാറില്ല, അവളങ്ങനെ ഒന്നും കാണാറില്ല, അങ്ങനത്തെ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് ഉറപ്പിക്കാം ഇത് ഒന്നുകിൽ അയാളുടെ പിയർ ഗ്രൂപ്പിൽ നിന്നോ ട്യൂഷൻ ക്ലാസ്സിൽ നിന്നോ കിട്ടിയിരിക്കുന്നു, അതല്ലെങ്കിൽ അയാൾ സ്കൂളിൽ നിന്നല്ല എന്ന് അവർ ഉറപ്പിച്ച് പറയുന്ന സ്ഥിതിക്ക് മറ്റെവിടുന്നോ കുട്ടിക്ക് കേട്ട് ആ കുട്ടി കേട്ട് മനസ്സിലാക്കി അതൊന്ന് പ്രയോഗിച്ച് നോക്കുന്നതാണ്. അപ്പം നമ്മൾ ശരിക്കും എന്താണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള കുട്ടികൾ മോശമായ രീതിയിൽ പെരുമാറുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ റീഇൻവെസ്റ്റിഗേറ്റും ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലെ അന്തരീക്ഷത്തിൽ തന്നെയാണ്. അതായത് ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കുട്ടികളുടെ മുമ്പിൽ വെച്ച് നമ്മൾ വഴക്കുണ്ടാക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നത്. വഴക്കുണ്ടാക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തുണ്ടാകുന്ന എക്സ്പ്രഷൻസും ഷൗട്ടിങ്ങും കുട്ടികൾക്കുണ്ടാക്കുന്ന ട്രോമയെക്കാട്ടിൽ കൂടുതൽ നമ്മൾ അന്നേരം ഉപയോഗിക്കുന്ന വാക്കുകളുണ്ടല്ലോ. ചില സമയത്ത് ചില പേരൻസ് എങ്കിലും അസഭ്യമായ വാക്കുകൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. എല്ലാവരും ഉപയോഗിക്കുന്നതല്ല. അസഭ്യമായ രീതിയിൽ സംസാരിക്കുന്ന ആളുകൾ വീട്ടിലുണ്ട് എങ്കിൽ
ആ പറയുന്ന കാര്യം കേട്ടിട്ട് ആണ് ഈ കുട്ടികൾ, എന്നാൽ അത് തിരിച്ച് സ്വന്തം അച്ഛൻ്റെ അമ്മയെടുത്തോ അപ്പൂപ്പൻ്റെ അടുത്തോ അമ്മൂമ്മയുടെ അടുത്തോ പ്രയോഗിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ അവരത് പ്രയോഗിച്ച് നോക്കും. അതല്ല വീട്ടിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ നല്ല ഉപദ്രവം, ശാരീരികമായ ഉപദ്രവമോ മറ്റു വാക്കുകളൊക്കെ ഉണ്ടാവും എന്ന് തോന്നുന്ന കുട്ടി എന്ത് ചെയ്യും, അത് സ്കൂളിൽ പോയി പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കംപ്ലയിൻസ് ആയിട്ട് വരുന്ന പേരൻസിൻ്റെ നമ്മൾ ആദ്യം ചോദിക്കുമ്പോൾ അവർ സമ്മതിക്കില്ല. പിന്നെ കുട്ടിയെ കൊണ്ട് തന്നെ നമ്മൾ ചോദിച്ച് അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ട് ചോദിക്കുമ്പോഴാണ് എൻ്റെ അമ്മാവൻ ഇങ്ങനെ എന്നെ വഴക്ക് പറയാറുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഇന്ന ആൾ എൻ്റെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട ഇന്ന വ്യക്തി ഈ വാക്ക് ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചില കുട്ടികൾ പറഞ്ഞാൽ ഞാൻ മുമ്പ് പഠിച്ച സ്കൂളിൽ എൻ്റെ കൂട്ടുകാരങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഞാൻ പറഞ്ഞു നോക്കിയതാണെന്ന് പറയാറുണ്ട്. എന്തായാലും ഇവരിത് എവിടുന്നോ കണ്ട് കേട്ടിട്ടാണ് മിമിക്ക് ചെയ്യുന്നതാണ് ഈ കുട്ടികളിത് സ്കൂളിൽ പോയി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അവർ ലിവപ്പോൺ ചെയ്യുന്ന ആ എൻവയോൺമെൻറ്റ് പോസിറ്റീവ് എൻവയോൺമെൻ്റ് ആക്കി മാറ്റേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ നമ്മൾ പറയില്ല, നമ്മൾ ഒരാളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി 4 വിരലുകൾ നമ്മുടെ നേർക്കാണ് നമ്മൾ ആ കുട്ടിയുടെ നീ ഇങ്ങനെ പറഞ്ഞില്ലേ, എന്തിനാ നീ അങ്ങനെ സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ ബാക്കി 4 വിരലുകളും നമ്മുടെ നേർക്ക് തന്നെയാണ്. നമ്മളെ വീട്ടിലിപ്പോൾ അങ്ങനെ ആരും സംസാരിച്ചില്ല എന്ന് വെക്കുക, എന്നാൽ ആ കുട്ടി കാണുന്ന ഗാഡ്ജറ്റ്സിന് അല്ലെങ്കിൽ സീരിയലോ അല്ലെങ്കിൽ സിനിമയോ നമ്മൾ മോണിറ്റർ ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. ആ മോണിറ്റർ ചെയ്യേണ്ട പ്രായം തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ 10 to 20 എന്ന് പറഞ്ഞ ആ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈവൻ അവർ കളിക്കുന്ന ഗെയിംസ് പോലും അതിനകത്തും ഉണ്ടാകും ഇതുപോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് മോശമായിട്ടുള്ളൊരു സാധനമാണ് ഒന്നൊരു പേരൻറ്റിന് മനസ്സിലാക്കാമല്ലോ. ആ സമയത്ത് അവനെ അതിൽ നിന്നും വിലക്കേണ്ടത് വളരെ ആവശ്യമാണ്. അവനെ അല്ലെങ്കിൽ അവളെ ഈ ചുമ്മാ പോയി ഉടനെ പോയി അങ്ങ് ഓഫ് ചെയ്യുമല്ല, അല്ലെങ്കിൽ സഡനായിട്ട് പിടിച്ച് പറിച്ച് വാങ്ങിച്ചിട്ട് ഇനി മേലാ നിനക്ക് തരില്ല, അങ്ങനെയുള്ള അപ്രോച്ചല്ല നമുക്ക് വേണ്ടത്. പകരം നമുക്ക് വേണ്ടത് കാര്യകാരണ സഹിത കുട്ടികൾക്ക് സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് സയൻറ്റിഫിക് റീസണിങ് കൊടുത്തതിന് ശേഷം നീ ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ റീസൺ ഇതാണ്, നീ ഇവിടെ നിന്നാണ് നിനക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിൽ നിന്നാണ് നീ ഇത് കേട്ട് പഠിച്ചിട്ടുള്ളത്, അത് മോശം പ്രവണതയാണ്, ഇത് ഇപ്പം മാറ്റിയാൽ നിനക്ക് മാറ്റാം, അല്ലെങ്കിൽ നിൻ്റെ വലുതാവും തോറും നിന്നോടൊപ്പം അത് വലുതായിക്കൊണ്ടിരിക്കും. അൺലേണിങ് ദ മിസ്റ്റേക്സ്, അതാണ് അവിടെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. നമ്മുടെ ഭാഗത്തു നിന്നാണ് മിസ്റ്റേക്ക് വന്നതെങ്കിൽ അത് അവനെ പറഞ്ഞ് മനസ്സിലാക്കുക, അവളെ പറഞ്ഞ് മനസ്സിലാക്കുക, മോനെ ഞങ്ങൾ സംസാരിച്ചതിനിടയ്ക്ക് അറിയാതെ ഞങ്ങളുടെ വായിൽ നിന്ന് വീഴുമ്പോയൊരു വാക്കാണ്, അത് പോയി നീ വേറൊരാൾ ഒരിക്കലും പറയാൻ പാടില്ല, ഭയങ്കര ഡിസ്റെസ്പെക്റ്റ്ഫുള്ളാണ്. അത് നിൻ്റെ ക്ലാസ്സിലെ ആൺകുട്ടിയായാലും ശരി പെൺകുട്ടിയായാലും ശരി ടീച്ചറായാലും ശരി അവരുടെ ഇത് പ്രയോഗിക്കാൻ പാടുള്ളതേ അല്ല, മോശമാണ്, അവർക്ക് നിന്നോടുള്ള ഇഷ്ടം കുറയും അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ടൈംലി ഇൻ്റർവെൻഷൻ എന്ന് പറയും, അതായത് ഇടപെടേണ്ട സമയത്ത് ഒരുപാട് വൈകി പോകുന്നതിന് മുൻപേ വളരെ കൃത്യമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ കുട്ടികളുടെ ഇത്തരം നെഗറ്റീവ് മിമിക്കിംഗ് ടെൻഡൻസീസ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. പോസിറ്റീവ് കാര്യങ്ങൾ അവർ മിമിക്ക് ചെയ്തോട്ടെ. ഇപ്പം നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് ജോലിക്ക് പോകുന്നു, സമയത്തിന് ഓഫീസിൽ പോകുന്നു, സമയത്തിന് എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, വസ്ത്രങ്ങൾ അടുക്കി വയ്ക്കുന്നു, അഴുക്ക് വസ്ത്രങ്ങൾ കഴുകാനിടുന്നു, അല്ലെങ്കിൽ കിച്ചണിൽ പേരൻസ് പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോസിറ്റീവ് എൻവയോൺമെൻറ്റാണ്. അത് പോസിറ്റീവായിട്ട് മിമിക്ക് ചെയ്ത് പഠിക്കേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ നെഗറ്റീവ് മിമിക്കിംഗ് അവിടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് ടൈംലി ഇൻ്റർവെൻഷൻസ് കൊടുത്ത് അത് ഒരുപാട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ തടയേണ്ടതും പോസിറ്റീവ് പേരൻറ്റിങ്ങിൻ്റെ ഉത്തരവാദിത്തമാണ്.